നിങ്ങൾ ചർച്ച ചെയ്യും എന്നല്ലാതെ പിന്നെ അടുത്ത് പറയാം. ഒരാശങ്കയില്ല. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ ഈ പോരാട്ടത്തിൽ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ തല്ലിച്ചതക്കുന്നു കണ്ടപ്പോൾ അതൊരു സാധാരണ പ്രതിഷേധം കൊണ്ട് തീരേണ്ടതല്ല, അസാധാരണമായ പ്രതിഷേധം വേണം എന്ന് മനസ്സിലാക്കിയിട്ട് സുരക്ഷാ വലയങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ആ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മുന്നിലേക്ക് ഓടിയെത്തി അവിടെ ഇരുന്ന് നടത്തിയ സമരം ലോകം തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. ലോക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ രാഹുൽ ഗാന്ധി തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ പേപ്പർ ലീക്ക് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹം പോകുന്നിടത്തെല്ലാം പറയുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും പാർട്ടിയുടെ പേര് പറഞ്ഞതിനോ ഏതെങ്കിലും സംഘടനകളുടെ പേര് പറഞ്ഞതിനോ യാതൊരു വിമുഖതയും ഇല്ല, വിഷമവും ഇല്ല. പക്ഷേ ഇത് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ഏതെങ്കിലും സംഘടനകൾക്ക് അതീതമായി ഇന്ത്യയിലെ വിദ്യാർത്ഥികളും യുവതയും നടത്തിയ പോരാട്ടത്തിന്റെ വിജയമാണ് എന്നുള്ളത് പറയുമ്പോൾ അത് മറ്റാരെങ്കിലും കുറച്ച് കാണിക്കാനാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് തെറ്റായ കാര്യമാണ്. അത്രേ ഉള്ളൂ. അതാ പറഞ്ഞത്. തീർച്ചയായിട്ടും അവകാശ ലംഘനമാണ്. പ്രതിപക്ഷ നേതാവിന്റെ മൂക്കിൽ നിന്ന് ചോര വരുന്ന രംഗമല്ല, ഞാൻ അടുത്തേൽ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ, ചോര വന്നിട്ടിരുന്നു. ഞങ്ങൾക്കെല്ലാം പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊന്നുകൂടെ അത് പറയാത്തത് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു, ഞങ്ങളുടെ പരിക്ക് ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. പക്ഷെ പാവപ്പെട്ട കുട്ടികളെ തല്ലിയ രീതിയാണ് ഇന്ത്യ ചർച്ച ചെയ്യേണ്ടതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആ ചർച്ചയാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. ഇതുപോലെയാണോ കുട്ടികളോട് നേരിടേണ്ടത്? പെൺകുട്ടികളെ ആരാ തല്ലുന്നത്? പുരുഷ പോലീസുകാർ. തലസ്ഥാന നഗരത്തിന് ഇത്തരം സംഭവം ഉണ്ടാകുന്ന രാജ്യത്തിന് തന്നെ നാണക്കേടല്ലേ? അപ്പോൾ നരേന്ദ്രമോദി 56 ഇഞ്ചും വെച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഇനി കൃത്യമായിട്ടും ഇന്ത്യയിലെ ജനങ്ങളും വിദ്യാർത്ഥികളും ചെറുപ്പക്കാർക്കും മോഡിക്ക് കൃത്യമായിട്ടുള്ള നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കാൻ ശ്രമിക്കണം. അതല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നവരെ തല്ലി തീർത്തിട്ടും അവരെ കളിയാക്കിയിട്ടും അവരെ അപഹസിച്ചുമല്ല മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഭരണാധികാരികൾക്ക് മുന്നറിയിപ്പാണ് മോഡിക്ക് പ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. അതെല്ലാം അവർ ശ്രദ്ധയപ്പെട്ടപ്പോൾ തന്നെ തിരുത്തിയിട്ടുണ്ട്. ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ച ശേഷമാണ് ഇന്നലെ കളക്ടറിനോട് പറഞ്ഞത്. ഒരു ടെൻഡർ വിളിക്കും, ഓപ്പൺ ടെൻഡർ വിളിച്ചിട്ടേ ഉള്ളൂ. അത്തരം അപാധകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയത് നന്നായി. അത് അവർ തിരുത്തുന്നതാണ് എൻ്റെ വിശ്വാസം.